Watch India's largest kids library only on Jio Hotstar. Download the app now. ഒരു സുഹൃത്തുക്കളെ, നമുക്ക് ആവശ്യമായ മണ്ണ് എടുത്തു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ പ്ലാനറ്റിലേക്ക് പോകാം. കേൾക്കൂ കൂട്ടുകാരെ, ഇവിടെ ഭൂമിയിൽ ഒത്തിരി നല്ല നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും എടുത്തോണ്ട് പോകാമല്ലോ നമുക്ക്. നിനക്ക് എപ്പോഴും അത്യാഗ്രഹം കുറച്ച് കൂടുതലാ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, അത്യാഗ്രഹം കൊണ്ട് നിനക്കുള്ളതും കൂടി നഷ്ടമാകും. ഓർത്തോ? അല്ല ചായക്കട ചേട്ടാ, ഞങ്ങൾക്ക് നല്ല ചൂടുള്ള ചായയും സമൂസയും എടുത്തോളൂ. ഇന്നാ പിടിച്ച പൈസ. വാ, ഇവിടെ ഇത്രയും നല്ല മിന്നിത്തിളങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ. എന്റെ പൈസയൊക്കെ അതേ പറന്നു പോവുകയാണല്ലോ. അല്ല പത്തുലു, ഇതെന്ത് തമാശയാണ്? വരൂ, നമുക്ക് ചെന്ന് നോക്കിട്ട് വരാം. പത്തുലു, ചായക്കടയിൽ നിന്ന് കാശ് മോഷ്ടിച്ചവൻ ഇവിടെയാണല്ലോ നിന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പൊ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ജോണ് എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ഉണ്ടാക്കിയിട്ട് മോഷ്ടിച്ചിട്ട് ഓടിക്കളഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അവനെ തീർച്ചയായിട്ടും ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ജോൺ, മര്യാദയ്ക്ക് ചായക്കട ചേട്ടന്റെ അടുത്ത് മോഷ്ടിച്ച് പൈസ തിരിച്ചു തരാനാ പറഞ്ഞത്. ഏത് പൈസയാണത്? ജോൺ, കളി വേണ്ട. നിനക്ക് ഓർമ്മയില്ലേ കുറച്ചു സമയം മുമ്പ് നീ ഇവിടെ നിന്ന് മോഷ്ടിച്ചത്? ചായക്കട ചേട്ടന്റെ കടയിൽ നിന്ന്. എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ലല്ലോ. ഓർമ്മയില്ലെന്നോ? എങ്കിൽ ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചു തരാടാ. വേണ്ട കൂട്ടു, വീട്ടിലേക്ക്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്താ ചെയ്തേന്ന് പറ. ചുമ്മാ നടന്നു പോയവനെ ആരെങ്കിലും ഇങ്ങനെ വെറുതെ തല്ലുമോ? പറ. ചായക്കട ചേട്ടന്റെ പൈസയെ കുറിച്ച് എനിക്ക് അറിയില്ല. എന്റെ അടുത്ത് പൈസയുണ്ട്, അത് വേണമെങ്കിൽ എടുത്തോളൂ. അയ്യോ അയ്യോ, പോയല്ലോ എന്റെ ആഭരണങ്ങള്. എന്റെ ആഭരണങ്ങളൊക്കെ മോഷണം പോകുന്നു. ആരെങ്കിലും ഒന്ന് പോലീസിനെ പോയി വിളിക്കോ, എന്തെങ്കിലും ഒന്ന് ചെയ്യോ. അയ്യോ, എവിടെ പോയി? അയ്യോ, എന്റെ മാല, എന്റെ കമ്മലുകൾ, ആരെങ്കിലും ആ കള്ളനൊന്ന് വേഗം പിടിക്കേ. അല്ല, ഇതെന്തൊരു സാധനമാ? നഗരത്തിൽ കലമൊരു മോഷണം ചെയ്യുന്നു. ഇതിന്റെ പിറകിൽ ആരുടെ കറുത്ത കൈകളാണ്? എന്റെ അമ്മോ, ജോൺ മോഷ്ടിക്കാൻ പുതിയ തന്ത്രങ്ങളൊക്കെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ജോൺ തീർച്ചയായിട്ടും എന്തോ ഒരു ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്നുണ്ടാകും. ഇനി ഞാൻ അവനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. വരൂ. ജോൺ ആകാൻ പോകുന്നു ഡോൺ നമ്പർ 1. ആ 10 നദിയുടെ മണലിൽ നിന്നും ഉണ്ടാക്കിയ മൺകലം എവിടെയുണ്ട്?
വേഗം കൊണ്ടുവാ. ഇനി കറണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ഐസ് വാട്ടർ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. എന്റെ മൺകലം വിറ്റേക്ക്. ഇത് വളരെ വിലയുയർന്ന മൺകലമാണ്. അറിയാടോ ഇത് പ്രധാനപ്പെട്ട മൺകലം തന്നെയാണെന്ന്. മോഷ്ടിച്ച സാധനങ്ങൾ മുഴുവനും ഇതിനകത്തല്ലേ നീ വെച്ചിരിക്കുന്നത്? പിടിക്കേ. അല്ല, ഇതിലൊന്നും കാണുന്നില്ലല്ലോ. മര്യാദക്ക് പറഞ്ഞോ, മോഷ്ടിച്ച സാധനങ്ങളൊക്കെ എവിടെയാണ്? എന്റെ മൺകലം വിട്ടേക്കു പ്ലീസ്. ഇങ്ങനെ ചോദിച്ചാൽ ഇവൻ പറയില്ല. ഞാൻ ഇവന് വാനിനകത്ത് കൊണ്ടുപോയി സ്നേഹത്തോടെ ചോദിച്ചു നോക്കട്ടെ. ഓക്കേ? വേണ്ട മോട്ടു, വേണ്ട മോട്ടു, ഞാനൊന്നും ചെയ്തിട്ടില്ല. ജോൺ, നീ ഇത് പറ. മോഷ്ടിച്ചിട്ട് കുടത്തിലിട്ട സാധനങ്ങളൊക്കെ എവിടെ വെച്ചത്? എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴൊക്കെ തോന്നുന്നോ അപ്പോഴൊക്കെ വന്നെന്നെ അടിച്ച് പഞ്ചറാക്കുകയാണല്ലോ. ഹലോ മോട്ടു പത്ലു, ആ പാനത ഇപ്പൊ തന്നെ വേറൊരു സ്വർണ്ണക്കടയിൽ മോഷണം നടത്തിയിട്ടുണ്ട്. ആ പാന നമ്മുടെ നഗരം ചുറ്റിക്കറങ്ങി എല്ലാ സ്ഥലത്തും മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ, ചെറിയൊരു കൺഫ്യൂഷൻ പറ്റിപ്പോയതാണ് കേട്ടോ. ഈ മൺകലം ആ മൺകലം അല്ല കേട്ടോ. ഞങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ. വെരി സോറി. സോറി പറഞ്ഞാൽ മതിയായോ? ഞാൻ മേടിച്ച അടിയൊക്കെ ഞാൻ എന്ത് ചെയ്യും? അടിക്ക്, പിടിക്കാതിനെ. ആ കലത്തിനെ വെറുതെ വിടരുത്. നമ്മുടെ എല്ലാം അത് മോഷ്ടിക്കുകയാണ്. അത് രക്ഷപ്പെട്ട് ഓടാതിരിക്കാൻ നോക്കണമല്ലോ. ഇതെന്താ അതിശയമാണ്? എനിക്കെങ്ങനെ അറിയാനാ? ഓടിക്കോ, അവനെ വേഗം പിടിക്കാൻ നോക്ക്. വൃത്തികെട്ട പാനെ, മര്യാദയ്ക്ക് നിയമത്തിന്റെ മുന്നിൽ നീ കീഴടങ്ങിക്കോ. പാനെ. എന്റെ അമ്മോ, വിളിച്ചെടുത്തല്ലോ. അതിന്റെ നമ്മള് രക്ഷപ്പെട്ടത് നമ്മുടെ ഭാഗ്യമാണ് കേട്ടാ. എന്റെ അമ്മോ, ഞാൻ ഇതിനകത്ത് കുടുങ്ങിയല്ലോ. വലിയേട്ടാ, ഇത് ഏത് തരം മൺകലവാ? ചേട്ടാ, ഈ മൺകലം ഓടുകയും ചെയ്യുന്നുണ്ട്, മറ്റവരെ തല്ലുകയും ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇതൊരു ഏലിയൻ ആയിട്ട് തന്നെ ഉണ്ടാകണം. ഈ അത്യാഗ്രഹിയായ ഏലിയനെ പിടിക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ പറ വേഗം. എന്റെ പത്തിലു വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. എങ്ങനെയാണോ മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കുന്നത്, അതുപോലെ തന്നെ ഒരു കലത്തിനെ കലം കൊണ്ട് തന്നെ നേരിടണം. വലിയേട്ടാ, ഐ ആം റെഡി. നീ ആരാണെങ്കിലും പുറത്തേക്ക് വാടാ. ഇതാര്? ഞാൻ ഒത്തിരി നല്ല സാധനങ്ങൾ കൂട്ടി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. നീ ഇപ്പൊ ഭൂമിന്ന് ഓടി രക്ഷപ്പെടാൻ സമയായി. എടോ, എവിടേക്കാ ഓടി രക്ഷപ്പെടുന്നത്? നിൽക്കൂ. ധൈര്യം ഉണ്ടെങ്കിൽ നിന്ന് ഉത്തരം പറഞ്ഞിട്ട് പോ. അവിടെ പിന്നെ ഇത് പിടിച്ചോ. ഈ കലം ഭയങ്കര ശക്തിമാനാണെന്നാണ് തോന്നുന്നത്. ഇപ്പൊ മോട്ട് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് ഫയർ ചെയ്യും. നീ സ്വയം ഒരു വലിയ ശക്തിശാലിയാണെന്ന് വിചാരിക്കുകയാണോ? അത്യാഗ്രഹി ഏലിയനെ, നീ മോഷ്ടിച്ച സാധനങ്ങളൊക്കെ ഞങ്ങൾ തിരിച്ചു മേടിച്ചത് കണ്ടില്ലേ? ഇത് വഞ്ചനയാണ്. ഈ ഒരു മനുഷ്യനല്ലേ. ഞാൻ എന്റെ എല്ലാ സാധനവും എടുത്തോണ്ടേ പോകൂ. എന്താ ഇത്? പത്തലു, എന്തെങ്കിലും ചെയ്യൂ. ഈ മൺകലം എന്നെ വല്ലാതെ തല്ലി ചതയ്ക്കുന്നു എന്റെ പത്തലു. ഐഡിയ. മോട്ടു സമൂസ കഴിക്ക, എന്നിട്ട് പണി തുടങ്ങ്. അപ്പോ ഈ മൺകലം കാരണമാണോ ഞാൻ ഇത്രയും തല്ലി മേടിച്ചത്? മോട്ടു, അതിനെ വെറുതെ വിടരുത്.
വെറുതെ വിട്ടേക്കൂ പ്ലീസ്, ഒന്ന് വെറുതെ വിടൂ. എനിക്കിനി അടി കൊള്ളാൻ വയ്യ. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിടൂ. എടോ മൺകലമേ, നീ നിന്റെ പ്ലാനറ്റിലേക്ക് പോവാൻ തയ്യാറായി നിന്നുകൊള്ളൂ. ആ അത്യാഗ്രഹം പിടിച്ച മൺകലം എന്ത് പറഞ്ഞാലും നിങ്ങൾക്കൊരു കുഴപ്പവുമില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് പ്രശ്നമാണ്. ഇത് ഒട്ടും ശരിയല്ല. Watch India's largest kids library only on Geo Hotstar. Download the app now.